ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് തിരുത്തുമെന്ന സൂചനയുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സുപ്രീം കോടതിയെ അറിയിക്കും. നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ച് നടപടി സ്വീകരിക്കും. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൽ നിലപാട് തിരുത്തുമോ എന്ന ചോദ്യത്തിനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്തിന്റെ മറുപടി. ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് സുപ്രീം കോടതിയിൽ വാദിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തും മുൻപ് നിലപാട് തിരുത്തണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. പിന്നാലെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മറുപടി. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടണം. നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം ശബരിമല ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് സുപ്രീം കോടതിയെ അറിയിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. ഞാൻ വ്യക്തമായി പറഞ്ഞല്ലോ, അതിന് പിന്നെ കൺഫ്യൂഷൻ ഇല്ല. ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഒരു കൺഫ്യൂഷനും ഇല്ല. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ എന്താണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. ആ ആചാരാനുഷ്ഠാനങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കും. ഒപ്പം തന്നെ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യും. ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു പറയല്ലേ, ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു പറഞ്ഞാൽ അതിലെല്ലാം ഇല്ലേ. ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ 3000 പ്രതിനിധികളെ പങ്കെടുപ്പിക്കും. കേരളത്തിൽ നിന്നുള്ള 800 പ്രതിനിധികളും 500 വിദേശ പ്രതിനിധികളും ഉൾപ്പെടെയാണിത്. വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് നാളെ ആരംഭിക്കും. ഇപ്പോൾ 4000 പേർക്ക്, വിദേശത്തു നിന്നുള്ള 4000 പേർക്ക് നമ്മൾ ഈ വെർച്വൽ ക്യൂ ലോഗിൻ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം തുറന്നു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 3 വർഷമായി വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടുത്തെ കേരളത്തിൽ നിന്നുള്ളവർക്കും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കും നമുക്ക് വീണ്ടും രജിസ്റ്റർ. ഇപ്പോൾ നമ്മൾ അതിലൊരു ഇത് തയ്യാറാക്കിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഒരു 800 പേര് പങ്കെടുക്കും. തമിഴ്നാട്ടിൽ നിന്ന് ഒരു 500 പേര് പങ്കെടുക്കും. കർണാടകത്തിൽ നിന്ന് 250, ആന്ധ്ര തെലങ്കാന 2 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 750, മറ്റ് സംസ്ഥാനങ്ങൾ ഇതൊഴിച്ചുള്ള മറ്റ് അറൗണ്ട് ദി ഇന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്നും 200 പേർ, വിദേശത്ത് നിന്ന് 500 പേർ എന്നുള്ളത്. അവരെല്ലാം നമുക്ക് ഇതിൽ തന്നെ. അപ്പോൾ ഇത് നമുക്ക് നാളെയും മറ്റന്നാളും കൊണ്ട് ഇവിടുത്തെ ആളുകൾക്കും നമ്മളെ വെർച്വൽ ക്യൂവിൽ തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള ലോഗിൻ കൂടെ നമ്മൾ തുറന്നു കൊടുക്കും. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മാറിവന്ന സർക്കാരുകൾ അതത് കാലഘട്ടത്തിൽ നിലപാടുകൾ മാറ്റി സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ആചാരങ്ങളെ ഹനിക്കുന്ന രീതിയിലായിരുന്നു സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. ഹിന്ദു വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിലപാട് മയപ്പെടുത്തുന്നതെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ജനം, തിരുവനന്തപുരം.